തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ കൊലപാതകം. ഒഡീഷക്കാരനായ ധൻപ്രതി നായിക് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ നഗരത്തിൽ വാടക വീട്ടിൽ വെച്ചാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായി. ഒഡീഷ സ്വദേശികളാണ് പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നത്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഏതായാലും ഈ ഒരു കൊലപാതകം തൃശ്ശൂരിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ആസം സ്വദേശികളാണ് ഈ അറസ്റ്റിലായവർ എന്നതാണ് ലഭിക്കുന്ന വിവരം. ഒഡീഷ സ്വദേശികളാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ സംഭവം ഇത് വാർത്തയായതോടെയാണ് പലരും ഇത്തരത്തിൽ തൃശൂർ നഗരത്തിൽ ഈ ഒരു കോരപ്പത്തലേൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു എന്ന് പോലും അറിയുന്നത്. ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരും ഈ കൊല്ലപ്പെട്ട ആളുൾപ്പെടെയുള്ള സംഘവും എല്ലാം ഇതര സംസ്ഥാനക്കാരായിരുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇക്കഴിഞ്ഞ 19 രാത്രിയാണ് കൊല്ലപ്പെട്ട ധൻപത് നായക് ഉൾപ്പെടെ 2 പേർ ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഈ ഇടപാട് ഈ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്ന പണം ആവശ്യപ്പെട്ടു. ഇതോടെ ഇവർ സർവീസ് മോശമാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട പണം നൽകില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. ഇതോടെ ഇവർ തമ്മിൽ വാക്കുതർക്കമായി. ഈ വാക്കുതർക്കത്തിനൊടുവിലാണ് ഈ 8-അംഗ സംഘം, ഇപ്പോൾ പിടിയിലായിട്ടുള്ള 8-അംഗ സംഘം ചേർന്ന് ഈ കൊല്ലപ്പെട്ട ധൻപത് നായക്, 27 വയസ്സാണ് ധൻപത് നായക് ഉൾപ്പെടെയുള്ള 3 പേരെ ക്രൂരമായി മർദ്ദിച്ചത്. ഇടിവള ഉൾപ്പെടെ ഉപയോഗിച്ച് വലിയ രീതിയിൽ തലയ്ക്ക് ഉൾപ്പെടെ മർദ്ദിച്ചു. മറ്റ് കൂടെ ഉണ്ടായിരുന്ന 2 പേർക്കും മർദ്ദനമേറ്റു. സ്ത്രീകൾ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. മർദ്ദനത്തിന് ശേഷം അവശരായ 3 പേരെയും ഈ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാർ അവരുടെ കാറിൽ ഇവർ താമസിക്കുന്ന കോട്ടപ്പുറത്തെ വീടിന് സമീപത്ത് ഇറക്കി വിട്ടു. അന്ന് രാത്രി വൈകിയതിനു ശേഷം ഇവർ ഈ വിവരം ആരോടും പറഞ്ഞില്ല. കാരണം നാണക്കേട് ഭയന്ന്, അതായത് ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് വേണ്ടി പോയി മർദ്ദനമേറ്റു എന്നുള്ളൊരു നാണക്കേട് ഭയന്ന് ഈ വിവരം ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഇവരുടെ സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴാണ്, സുഹൃത്തിന്റെ നിർബന്ധത്തിലാണ് ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ധൻപത് നായകിന് തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ ധൻപത് നായക് മരണത്തിന് കീഴടങ്ങിയത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് ചെവിക്ക് പുറകിൽ വലിയ മുറിവുണ്ട്, 7ഓളം തൊന്നിക്കെട്ടലുകളുണ്ട്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും മർദ്ദനമേറ്റു. ഈ സംഭവത്തിൽ അന്ന് തന്നെ പോലീസ് 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. വധശ്രമത്തിനായിരുന്നു അന്ന് കേസെടുത്ത് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇപ്പോൾ ധൻപത് നായക് മരണത്തിന് കീഴടങ്ങിയതോടെ കൊലക്കേസിലേക്ക് മാറി. 4 സ്ത്രീകളും 2 പുരുഷന്മാരും ആണ് ഇപ്പോൾ കസ്റ്റഡിയിൽ. ഇവർ ഒഡീഷ സ്വദേശികൾ തന്നെയാണ്. മരണപ്പെട്ട ധൻപത് നായകവും ഒഡീഷ സ്വദേശികളാണ്. എന്തായാലും ഫോറൻസിക് സംഘം ഈ വീട്ടിലേക്ക് എത്തി വിശദമായി തെളിവുകൾ ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ 8-അംഗ സംഘം മർദ്ദിച്ചതിൽ 6 പേരെയാണ് ഇപ്പോൾ പോലീസിന് പിടികൂടാനായിട്ടുള്ളത്. ഒരാൾ ഇവരുടെ സ്വദേശത്തേക്ക് കടന്നു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെലിഫോൺ മൊബൈൽ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവരുടെ നാട് ഒഡീഷയിലാണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. കൂടാതെ 8ാമത്തെ ആളെ ഇപ്പോഴും പോലീസ് പിടികൂടാനുള്ള അന്വേഷണത്തിൽ എന്നാണ് പോലീസ്. എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യാപക അന്വേഷണമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഈ വീട്ടുടമസ്ഥൻ ആരാണ്, എന്ത് കാര്യത്തിനാണ് ഇവർ ഈ വാടകയ്ക്ക് കൊടുത്തിരുന്നത്, ഈ വീട്ടിൽ ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചതായി വീട്ടുടമയ്ക്ക് അറിവുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വീട്ടുടമയുടെ അറിവോടെയാണോ ഇത്തരത്തിൽ അനാശാസ്യ കേന്ദ്രം നടന്നിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും 4 പേരെ ഇപ്പോൾ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ കൊലപാതകമുണ്ടായത്. ഒഡീഷക്കാരനായ ധൻപതി നായിക് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.